നല്ല പൊയ്ക്കോ. എന്താ വാങ്ങാ കൊറേ ദിവസമായി കളിച്ചാ. നല്ലടാ പൊയ്ക്കോ. ഇല്ല പറഞ്ഞില്ല പൊയ്ക്കോ. എന്തായാലും എപ്പോഴും മൊബൈലിൽ കളിച്ചിരിക്ക, കളിച്ചാലും വരൂല. അതന്നെ ശരിയാ. പോയി കളിക്കാം. ഹലോ ഹലോ ഹാദിലിൻ്റെ അച്ഛനല്ലേ? അതെ, ഞാൻ വിളിച്ചതേ. പറയൂ സാർ. പിന്നെ നിങ്ങളെ മോന് എന്തെങ്കിലും കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? അസുഖ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സാർ എന്താ അങ്ങനെ ചോദിച്ചാൽ? ഒന്നുമില്ല, ക്ലാസ്സിൽ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നില്ല. അവന് എപ്പോൾ നോക്കിയാലും ഉറക്കം തൂങ്ങിയ മാതിരിയാണ്. എന്ത് പറ്റിയവന്? അറിയില്ല സാർ. അവൻ മൊബൈലിൽ വല്ലാണ്ട് കളിക്കുന്നുണ്ടോ? രാത്രി ഉറങ്ങാറില്ലേ? അവനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കാം സാർ, ശ്രദ്ധിക്കാം സാർ. പറയുന്നതോട്ടെ ഒന്നും തോന്നരുത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. ശരി സാർ, ഞാൻ ഡോക്ടറെ കാണിക്കാം സാർ. ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ ശരി. ഇതിന്റെ വിഷയം എന്താ അറിയാതെ നമ്മളെ മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളെ തലയോട്ടി വളരെ കനമുള്ളതായിരിക്കും. ഈ മൊബൈലും അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ റേഡിയേഷൻ നന്നാക്കി ബാധിക്കും. മൊബൈൽ കാണാറുണ്ടോ? സാർ മൊബൈൽ നന്നായിട്ട് അവൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാനും വൈഫും പുറത്ത് പോകുമ്പോൾ മൊബൈൽ അവൻ തന്നെ കളിക്കല്. അതാണ് ഇതിന്റെ പ്രശ്നം. അതിപ്പോൾ സാറേ, ഞാൻ സ്കൂളിൽ നിന്ന് മാഷ് ഇങ്ങനെ വിളിച്ചിരുന്നു. കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, കുട്ടി എപ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അവർ. അപ്പം ഞാൻ അതൊരു പേടിയായതുകൊണ്ടാണ് ഞാൻ സാർ ഒന്ന് കാണിക്കാൻ വിചാരിച്ചത്. ഇപ്പോൾ ഒരുപാട് കേസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോൾ എന്താ അറിയാം, മൊബൈൽ നമ്മൾ അമിതമായി ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് സോഷ്യൽ ആക്ടിവിറ്റി കുറയും. അതായത് കുടുംബത്തിലും സുഹൃത്തുക്കളുടെ സംസാരം വളരെ കുറവായിരിക്കും. ഒന്നാമത്തെ പ്രശ്നം അതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇവർക്കൊരു വ്യക്തമായ തീരുമാനം എടുക്കാനും നല്ലതും ചീത്തയും വേർതിരിച്ചുള്ള കഴിവും വളരെ കുറവായിരിക്കും. പിന്നെ ഓർമ്മക്കുറവ്, പഠിച്ച കാര്യങ്ങളൊന്നും ഇവരെ മൈൻഡിൽ നിൽക്കില്ല. പിന്നെ ഇവർക്ക് റീ അടിച്ചെടുക്കാൻ കഴിയില്ല. അതൊരു മെയിൻ ഘടകമാണ്. പിന്നെ ഇവർ ഇമോഷണലി സെൻസിറ്റീവ് ആയിരിക്കും. ഉദാഹരണത്തിന് പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ദേഷ്യം വരിക. ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് അവർക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക. ഇത് നമ്മളെപ്പോലത്തെ പാരൻസാണ് ശരിക്കും ഇത് വഷളാക്കുന്നത്. കാരണം അവരൊന്ന് ഭക്ഷണം കഴിക്കാൻ ഫോൺ കൊടുക്കുക, പിന്നെ അവർ കറിയാണെങ്കിൽ ഫോൺ കൊടുക്കുക, പിന്നെ നമുക്ക് എങ്ങനെയും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടി ഫോൺ കൊടുത്ത് പോവുക. ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കുക. ഇതിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതിന് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഫോണൊന്ന് നിയന്ത്രിച്ചാൽ മതി. പരമാവധി മൊബൈൽ കൊടുക്കാതിരിക്കും. പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വരും, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. സ്വിച്ച് ഓഫ് ആണല്ലോ അത്. ഇതെന്തത് ഇങ്ങനെ? Ah!